وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. സൂറത്തുൽ ബഖറയിലെ 72-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു. ഒന്നാമതായി ഖതൽതും ഖാഫിനെ കനപ്പിച്ച് ഓതേണ്ടതാണ്. ഫത്ഹുള്ള ഖാഫിനെ കനപ്പിച്ച് ഓതേണ്ടതാണ്. ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും. തൻവീന് ശേഷം ഫാ വന്നു. ഫാ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തൻവീനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. നഫ്സൻ ഫദ്ദാറഅതും. ഫദ്ദാറഅതും എന്ന വാക്കിൽ ഫത്ഹുള്ള റാ ഉണ്ട്. നാം അതിനെ കനപ്പിക്കുകയും തഫ്ഖീം കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. സുക്കൂനുള്ള ഹംസിനെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. ഫദ്ദാറഅതും. വല്ലാഹു മുഖ്രിജും മാ. തൻവീന് ശേഷം മീമു വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയുടെ ഉദാഹരണമാണ് ഇത്. തൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മുഖ്രിജും മാ. കുന്തും സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 72-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വഇദ് ഖതൽതും, നിങ്ങൾ കൊലപ്പെടുത്തിയ സന്ദർഭം, നഫ്സൻ ഒരു ദേഹത്തെ അല്ലെങ്കിൽ ഒരാളെ, ഫദ്ദാറതും എന്നിട്ട് നിങ്ങൾ പരസ്പരം ഒഴിഞ്ഞുമാറി അല്ലെങ്കിൽ അന്യോന്യം ആരോപണം നടത്തി, ഫീഹാ അതിൽ, വല്ലാഹു അല്ലാഹു മുഖ്രിജും പുറത്തു വരുത്തുന്നവനാണ്, മാ കുൻതും നിങ്ങൾ ആയിരുന്നതിനെ, തക്തുമൂൻ നിങ്ങൾ ഒളിച്ചുവെക്കും. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭം നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു പുറത്തു വരുത്തുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളോട് ഒരു പശുവിനെ അറുക്കുവാൻ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ ഈ 72-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പശുവിനെ അറുക്കുവാൻ അവരോട് കൽപ്പിച്ചതിന്റെ കാരണം എന്താണ് എന്ന്, അതിന്റെ ആവശ്യം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് തുടർന്നു വരുന്ന ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് വളരെ വിശദമായിക്കൊണ്ട് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വ്യക്തി രഹസ്യമായി നടത്തിയ ഒരു കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇസ്രായേൽ ജനതയിൽപ്പെട്ട ഒരു ധനികനായ വൃദ്ധനായ വ്യക്തിയെ അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ കൊല ചെയ്യുകയും പിന്നീട് ആ കൊല നടത്തിയവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഈ കൊല ചെയ്തതിന്റെ ഉത്തരവാദിത്യം അത് മറ്റു ഗോത്രങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ കുഴപ്പത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച ചരിത്രം നമ്മൾ സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്ത് പഠിക്കുന്ന സമയത്ത് ചർച്ച ചെയ്തതാണ്. ഈ സംഭവത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞത്, വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭം എന്ന്.
ഇവിടെ ഈ സൂചിപ്പിച്ച ഈ കൊല നടന്ന സന്ദർഭത്തിൽ അവർക്ക് യഥാർത്ഥ കുറ്റവാളി ആരാണ് എന്നറിയാതെ അവർ പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ട് അന്യോന്യം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോഴാണ് അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് അവിടെ കൊലപാതകം നടത്തിയ ആ വ്യക്തി ആരാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരു പശുവിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചതും. ഇവിടെ സഹോദരങ്ങളെ, ഈ പശുവിനെ അറുക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നതും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബനു ഇസ്രായേലിയർ ഒരുപാട് ചോദ്യങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ചോദിച്ചതും ഇതെല്ലാം ഈ 72-ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ച ഈ കൊലപാതകം അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നത് പശുവിനെ അറുക്കുവാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷമാണ് ഖുർആൻ അവിടെ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് അറിയിച്ചു തരുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രതിപാദന ശൈലിയാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഇത് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമുക്ക് അറിയിച്ചു തരുമ്പോൾ അതെല്ലാം അക്കമിട്ടുകൊണ്ട് ഒരു ക്രമപ്രകാരം ഈ ചരിത്രത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ഒരു ചരിത്രം വായിക്കുന്നത് പോലെയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. മറിച്ച് അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന ഓരോ ആയത്തുകളിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ പാഠങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ ഈ പ്രത്യേക രൂപത്തിൽ നമുക്ക് ഇത്തരം ചരിത്രങ്ങൾ അറിയിച്ചു തരുന്നത്. അത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഇസ്രായേൽ ജനതയിൽ സംഭവിച്ച ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പശുവിനെ അറുക്കുവാനുള്ള കൽപ്പനയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബനു ഇസ്രായേലിയർ നടത്തിയ പല ചോദ്യങ്ങളും പിന്നീട് അവർ ചെന്നകപ്പെട്ട വലിയ പ്രയാസമൊക്കെ ഒരു സ്വതന്ത്ര സംഭവമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നത്. അതിലൂടെ ഇസ്രായേൽ ജനതയുടെ വിശ്വാസ ദൗർബല്യത്തെക്കുറിച്ചും അവരുടെ പരിഹാസവും അച്ചടക്കമില്ലായ്മയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയെക്കുറിച്ചൊക്കെ ഇതൊക്കെ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് വളരെ താല്പര്യം ജനിക്കുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ആദ്യം നമുക്ക് വിവരിച്ചു തരികയാണ്. അതിനുശേഷമാണ് മറ്റൊരു സ്വതന്ത്ര സംഭവം എന്ന നിലക്ക് അവിടെ നടന്ന ആ കൊലപാതകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. വഇദ ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭം. എന്നിട്ട് ആ കൊലപാതകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ, നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു പുറത്തു വരുത്തുക തന്നെ ചെയ്യുമെന്ന്. ഇവിടെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൊല നടത്തിയത് ആരാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് എന്ന വിഷയം, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലാണ് പഠിക്കാനുള്ളത്. അത് അവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇവിടെ ഈ ആയത്തിന്റെ പഠനം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ 72-ാമത്തെ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.